മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം ED ഒരു പരിശോധന നടത്തിയിരുന്നു. 8 മണിക്കൂർ നീണ്ട പരിശോധന. 8 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോൾ അതൊരു അതിക്രമത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. അതിനെക്കുറിച്ചല്ല പറയുന്നത്. എന്നാൽ അതിൽ മുഖ്യമന്ത്രി VD സതീശൻ എടുത്ത നിലപാടിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത്തരമൊരു പരിശോധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്ത് നടക്കുന്ന വലിയൊരു രാഷ്ട്രീയ വികാസം എന്ന നിലയിൽ നിലവിലെ മുഖ്യമന്ത്രിയോട് പ്രതികരണം ആരായുന്നുണ്ട്. അന്ന് അദ്ദേഹം ഡൽഹിയിലാണ്. ഡൽഹിയിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും കാണാൻ പോയിരിക്കുകയാണ് അദ്ദേഹം. അതിന് ഓരോ സമയത്ത് ഇങ്ങനെ ഓരോ മന്ത്രാലയങ്ങളിലേക്ക് എത്തുന്നു. ആ സമയത്തെല്ലാം മാധ്യമങ്ങൾ പിന്നാലെ പോയി ചോദിക്കുന്നുണ്ട്, സാർ ഇങ്ങനൊരു പരിശോധന നടക്കുന്നു, എന്താണ് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്? സാർ ഇങ്ങനൊരു പരിശോധന മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടക്കുന്നു, ED റെയ്ഡ് നടക്കുന്നു, EDയോട് UDFനുള്ള നിലപാടെന്താണ്, കോൺഗ്രസിനുള്ള നിലപാടെന്താണ്? ഇതെല്ലാം പറയുമ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചിരിച്ചങ്ങ് നിൽക്കും. എനിക്കൊന്നും പറയാനില്ല എന്ന രീതിയിൽ. അങ്ങനെ 12 തവണ മാധ്യമങ്ങൾ VD സതീശൻ്റെ അടുത്തെത്തി. അദ്ദേഹം അതൊന്നും പ്രതികരിച്ചില്ല. തിരിച്ച് കേരളത്തിലെത്തി. കേരളത്തിൽ അദ്ദേഹത്തിനോട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് ചോദിക്കുന്നു, ആലുവ ദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമ്പോൾ ചോദിക്കുന്നു. അന്നും അപ്പോഴും അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അതിനുശേഷം ഇന്നലെ, അതായത് വെള്ളിയാഴ്ച, ഇത്തരത്തിൽ ഒരു നയപ്രഖ്യാപന പ്രസംഗം നടക്കുന്നു. ഗവർണറുടെ ഈ VD സതീശൻ സർക്കാരിൻ്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം. ഗവർണർ അർലേക്കർ വരുന്നു, നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നു, പോകുന്നു. ഈ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ പറയുന്നുണ്ട്, ഇതൊരു നയരാഹിത്യ പ്രസംഗമാണ്, പ്രത്യേകിച്ച് ഒരു നയം മുന്നോട്ട് വയ്ക്കുന്നില്ല, വളരെ ശുഷ്കമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു വിഷണറി അല്ല എന്ന് പറയുന്ന ഒരു വലിയ വിമർശനം ഉയർത്തുന്നു. അതിനുശേഷം VD സതീശൻ പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ എപ്പോഴാണ് പ്രതികരിക്കേണ്ടതെന്ന് ഞാനെന്ന് തീരുമാനിച്ചോട്ടെ, അതെങ്കിലുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരൂ എന്നാണ് ചോദിക്കുന്നത്, വളരെ നിഷ്കളങ്കമായിട്ട്. അതിനെക്കുറിച്ച് പിന്നെ പറയാം. ഞാൻ നിങ്ങളോടല്ലേ മിണ്ടൂ, നിങ്ങളോടല്ലേ എല്ലാം പറയൂ എന്ന് പറഞ്ഞ VD സതീശനിൽ നിന്ന് മാധ്യമങ്ങളോട് തിരിച്ച് ഞാൻ എപ്പോൾ പറയണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന അവസ്ഥയിലേക്കുള്ള മാറ്റം സതീശന് സംഭവിച്ചു. പോട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതല്ല എൻ്റെ പോയിന്റ്. അതിനകത്ത് വീണ്ടും ചോദ്യമുയർന്നു. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ വീട്ടിൽ ഇത്തരത്തിലൊരു പരിശോധന നടത്തി. ആ പരിശോധനയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ അദ്ദേഹം വളരെ പറയുന്നു, ഞാനത് അറിഞ്ഞില്ല കേട്ടോ. അദ്ദേഹം പറയുന്നത്, ആദ്യം പരിഹാസ രൂപേണ ഞാൻ മോഡിയോട് പറഞ്ഞിട്ടാണ് പരിശോധന എന്ന് പറഞ്ഞു. അത് ഇപ്പോൾ ഉണ്ടാകുന്ന വലിയ തമാശകളിലൊന്നാണെന്നൊക്കെ വലിയ തമാശ പോലെയൊക്കെ അദ്ദേഹം പറഞ്ഞു, ഈ പരിശോധനയെ കുറിച്ച് സർക്കാർ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടിയും പറഞ്ഞു. ഇതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത ആഭ്യന്തരമന്ത്രിയുടെ മിടുക്ക് അതികേമാണ് എന്ന് പറഞ്ഞു. ഇതൊരു ഒന്നൊന്നര പാരയാണ്. അത് മനസ്സിലാക്കേണ്ടത് എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടുത്തെ കുറച്ച് രാഷ്ട്രീയ പ്രബുദ്ധരെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ കൂടി മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ പിഴവുകളിലൊന്നാണ്. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ഇൻ്റലിജൻസ് മേധാവി എല്ലാ ദിവസവും കൃത്യമായിട്ട് ബ്രീഫിംഗ് നടത്തും. ആർക്ക്? മുഖ്യമന്ത്രിയോട്. ആ ഇൻ്റലിജൻസ് മേധാവി നടത്തുന്ന ബ്രീഫിങ്ങിനകത്ത് സംസ്ഥാനത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഇഷ്യൂസ്, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് വല്ലതും ഉണ്ടോ, അതിനുള്ള സാധ്യതകളുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും എല്ലാ ദിവസവും. പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ ദിവസവും. അപ്പോൾ ഇന്നലെ സതീശൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ അവിടെ കൂടി കണ്ട് പ്രശ്നമായപ്പോഴാണ് ഇദ്ദേഹത്തെ വാഹനങ്ങളെ വിട്ടത് അറിഞ്ഞില്ല. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല അറിഞ്ഞിട്ടുണ്ടാവില്ല, എന്നാൽ VD സതീശൻ ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു പരിശോധന നടക്കുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു പരിശോധന മുൻകൂട്ടി നടക്കുന്ന കാര്യം അറിയുകയും ആ പരിശോധന നടത്തുന്ന മുൻകൂട്ടി അറിയുന്ന കാര്യം കൃത്യമായിട്ട് ആഭ്യന്തരമന്ത്രിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു വേള ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ പോലെ ഒരു വൈകാരിക പ്രകടനം അവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ എന്തായി? ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് വലിയൊരു പോരായ്മ. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല ചുമതല ഏറ്റെടുത്തതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു കേന്ദ്ര ഏജൻസി പരിശോധനയ്ക്ക് വന്നു. അവർ അറ്റാക്ക് ചെയ്യപ്പെട്ടു. പോലീസിന് മുന്നിൽ വെച്ച് അവർ അറ്റാക്ക് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഏതാണ്ട് ഒരു മിനിറ്റുകൾക്കപ്പുറത്ത് ദൂരത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ പറ്റി.
അതോടുകൂടി ആഭ്യന്തര മന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആദ്യം തന്നെ ഒരു കളങ്കം സതീശൻ ഉണ്ടാക്കി കൊടുത്തു. ഇത് മാത്രമല്ല, ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ദുഷ്ബുദ്ധിയിൽ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ, ഈ CMRL എക്സാലോജിക് കേസും വീണ തൈക്കണ്ടിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾക്ക് അപ്പുറത്ത് അതൊരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള 130 ചില്ലാൻ കോടി രൂപയുടെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRL പരിശോധനയ്ക്ക് വരുമ്പോൾ അതിൽ വന്നിട്ടുള്ള 1.72 കോടി, കൃത്യ ഫിഗർ ഞാൻ പറയുന്നത് ഓർമ്മയിൽ നിന്നാണ്, ചിലപ്പോൾ തെറ്റിയേക്കാം, ഒരു സേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ സേവനം നൽകിയ വ്യക്തിക്കോ സേവനം നൽകിയ അല്ലെങ്കിൽ സേവനം സ്വീകരിച്ച വ്യക്തിക്കോ അതിൽ പരാതിയില്ല. അതിനകത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും എന്താണ് പരിപാടി എന്നുള്ളത് വരുന്ന കാണണം. അതിൻ്റെ മറ്റ് വശങ്ങളും ഒന്നും ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. അതെനിക്ക് കുറിച്ച് കൂടുതൽ പറയാൻ ബാധ്യസ്ഥനുമല്ല. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന ശശിധരൻ കർത്ത, CMRLൻ്റെ മുതലാളിയായിട്ടുള്ള ശശിധരൻ കർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ പിടിച്ചെടുത്തപ്പോൾ മനോരമയിലെ ജോമി തോമസിൻ്റെ വാക്കിൽ പറയുകയാണെങ്കിൽ മാസപ്പടി, അങ്ങനെ വേണം പറയാം, അദ്ദേഹമാണ് ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്, മാസപ്പടി. ആ മാസപ്പടി പട്ടികയിൽപ്പെട്ട ഒരു പേരുകാരനായിരുന്നു OC അഥവാ ഉമ്മൻചാണ്ടി. മറ്റൊരു പേരുകാരൻ RC അഥവാ രമേശ് ചെന്നിത്തലയാണ്. മറ്റൊന്ന് കുഞ്ഞാലിക്കുട്ടിയാണ്, KK എന്നാണ് ചുരുക്കി എഴുതിയിട്ടുള്ളത്. മറ്റൊരു പേരുകാരൻ എന്ന് പറയുന്നത് ഇബ്രാഹിം കുഞ്ഞാണ്, അദ്ദേഹം മരിച്ചു, ഉമ്മൻചാണ്ടിയും മരിച്ചു. പിന്നെയുള്ള പ്രമുഖരായിട്ടുള്ളത് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയുമാണ്. അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും കൃത്യമായിട്ട് പണം നൽകിയിട്ടുണ്ട്. ആര്? ശശിധരൻ കർത്ത പണം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്തിട്ടുള്ള നേതാവാണ് ആര്? രമേശ് ചെന്നിത്തല. പാർട്ടി പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, പാർട്ടി ഫണ്ടിലേക്കാണ് വാങ്ങിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും EDയുടെ അടുത്ത ഘട്ടം, ED എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ വീട്ടിൻ്റെ വാതിൽ മാത്രം മുട്ടാൻ ശേഷിയുള്ള ഒരു ഏജൻസി അല്ല. അതെന്താണ്? അത് തീർച്ചയായിട്ടും മറ്റു കോൺഗ്രസ് നേതാക്കളുടെയോ ലീഗ് നേതാക്കളുടെയൊക്കെ വീടിന് മുമ്പിലെത്തും. സ്വാഭാവികമായിട്ടും അത് രമേശ് ചെന്നിത്തലയ്ക്ക് എത്തും. ഞാൻ ഉറപ്പ് പറയുന്നു, രമേശ് ചെന്നിത്തല ഈ കേസിനകത്ത് EDക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും. ആ അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചതിൽ സതീശന് ചെറിയൊരു പങ്കുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ഇവിടെ വെച്ചിട്ട് ആക്രമിക്കപ്പെടുന്നു, ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു അഗ്രസീവ് മോഡിലേക്ക് ഈ ഏജൻസികൾ മാറും. അടുത്തൊരു ഘട്ടത്തിൽ ഈ രമേശ് ചെന്നിത്തലയോടോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോടോ EDക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെടും. ഇത്തരത്തിൽ എന്താ പറയേണ്ടത്, പാർട്ടി ഫണ്ടാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ റെസീറ്റ് ഹാജരാക്കാൻ പറയും. അത് പാർട്ടിയുടെ ഏത് അക്കൗണ്ടിലേക്കാണ് വന്നിട്ടുള്ളത് എന്ന് കാണിക്കേണ്ടി വരും. അങ്ങനെ പല ഘടകങ്ങൾ ഇതിനകത്ത് വരും. ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഇയാളെ കൊണ്ടൊന്നും ഈ പരിപാടി നടക്കില്ല എന്നൊരു തോന്നൽ മറ്റുള്ളവർക്കിടയിലും കേന്ദ്ര നേതൃത്വത്തിനിടയിലും, അതായത് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിനിടയിലും ഉണ്ടാക്കിയെടുക്കാൻ VD സതീശൻ്റെ ഈ നീക്കത്തോടുകൂടി കഴിഞ്ഞു എന്നാണ് മനസ്സിലാവും. ഇനി മറ്റൊരു കാര്യം, CPMനെ സംബന്ധിച്ച് ഈ പറയുന്ന റെയ്ഡ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ ഒരു സിൽവർ ലൈനാണ്. കാരണം CPMൻ്റെ അണികൾ, പ്രവർത്തകരെല്ലാവരും തന്നെ ഏറെ നിരാശരോ അല്ലെങ്കിൽ അവർക്കൊരു ലക്ഷ്യബോധമില്ലാതെ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇത് വലിയൊരു പരാജയം ഏറ്റുവാങ്ങി. വലിയ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിജയത്തിന് ശേഷമുള്ള പരാജയമാണ്, പ്രതീക്ഷിക്കാതെ കിട്ടുന്നൊരു പരാജയമാണ്. അവരുടെ പ്രിയപ്പെട്ട നേതാവിനെതിരെ എല്ലാ സംവിധാനങ്ങളും തിരിയുന്നു, അവരും സ്വാഭാവികമായിട്ട് സംശയാലുക്കളാവുന്നു. ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ എല്ലാ പ്രതിസന്ധികളും ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഇതുപോലൊരു റൈഡ് ഉണ്ടാവുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അല്ലെങ്കിൽ കേഡർ സ്വഭാവമുള്ള പാർട്ടികളുടെ പ്രത്യേകത അതിനെ തകർക്കുക എന്നുള്ളത് അതിനകത്ത് നിന്ന് മാത്രം പറ്റുന്നൊരു സാഹചര്യമാണ്. പുറത്തു നിന്നൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ഗോത്ര സ്വഭാവം കാണിക്കും, അതിങ്ങനെ കൂടിച്ചേർന്നങ്ങ് നിൽക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു റെയ്ഡ് ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുമ്പോൾ, റെയ്ഡ് ഉണ്ടാകുന്ന വാർത്ത നിമിഷങ്ങൾക്കകം കൂട്ടുള്ളിയിലെ റിയാസിൻ്റെ വീട്ടിലാണെങ്കിലും ധർമ്മടത്തെ പിണറായിയുടെ വീട്ടിലാണെങ്കിലും തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ തിരുവനന്തപുരത്തുള്ള ഇയാളുടെ പിണറായി വിജയൻ വാടകയ്ക്കെടുത്ത വീട്ടിലാണെങ്കിലും വലിയ ആൾക്കൂട്ടം രൂപപ്പെടുകയാണ്. ഇതിപ്പോൾ ഒരാൾ ആഹ്വാനം ചെയ്തിട്ടോ ഒരാൾ നിർദ്ദേശം നൽകിയിട്ടോ എത്തുന്ന ആൾക്കൂട്ടമല്ല. അവർ കേട്ടവർ അറിഞ്ഞവർ തങ്ങളുടെ പാർട്ടിക്കെതിരെ നടക്കുന്നൊരു നീക്കമായിട്ട് അതിനെ തോന്നുന്നു, അല്ലെങ്കിൽ അവരതിനെ വിശ്വസിക്കുന്നു. സ്വാഭാവികമായിട്ടും അവരവിടേക്ക് ഒഴുകിയെത്തുന്നു. പലരും വൈകാരിക വിക്ഷോഭത്തോടു കൂടി സംസാരിക്കുന്നു. അതിനു മുന്നിൽ നിർത്തി വസ്തുതാവിരുദ്ധമായിട്ടുള്ള മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് നടത്തിയ ആളുകളെ അവിടെ നിർത്തി അത് തിരുത്തിക്കുന്നു.
അത് വല്ലാത്തൊരു ഇഴയടുപ്പം തിരിച്ചു വരികയാണ്. തങ്ങളുടെ പാർട്ടി ആക്രമിക്കപ്പെടുന്നു, തങ്ങളുടെ പാർട്ടിക്കെതിരെ വലിയൊരു പ്രതിരോധം സംഭവിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു. അതിനെതിരെ തീർക്കേണ്ട പ്രതിരോധം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നൊരു ബോധ്യത്തിലേക്ക് ഓരോ പാർട്ടി അനുഭാവിയും എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈ റെയ്ഡ് കൊണ്ട് നഷ്ടമുണ്ടാകാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയ്ക്കും, അല്ലെങ്കിൽ അതിൽ നഷ്ടമുണ്ടായിട്ടുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്ന് മാത്രം പറയേണ്ടി വരും. CPM-നെ സംബന്ധിച്ച് അതൊരു ഒന്നുകൂടെ അവരുടെ കേഡർമാരെ എനർജൈസ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമാണ്. ഈ റൈഡിന് ശേഷം ഇറങ്ങി വന്ന പിണറായി വിജയൻ്റെ ബോഡി ലാംഗ്വേജിൽ അത് വളരെ പ്രകടമായിരുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു പൊതുയോഗത്തിനപ്പുറത്തേക്ക് അദ്ദേഹം എപ്പോഴെങ്കിലും അയാളിങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കേഡർമാർ അഭിവാദ്യം ചെയ്യുന്ന പോലെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അഭിവാദ്യം ചെയ്ത് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രീതിയായിരിക്കും അത്. അദ്ദേഹം അങ്ങനെയാണ് അഭിവാദ്യം ചെയ്ത് നമ്മളിതിനെ നേരിടും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് എനിക്കെതിരെയുള്ള ആക്രമണമായിട്ടല്ല, നമ്മുടെ പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലുള്ളത്. അത് അണികളിലേക്ക് എത്തിയിട്ടുണ്ട്. പാർട്ടിക്കെതിരെയുള്ള ഒരു ആക്രമണമായിട്ട് ആളുകൾ അതിനെ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗുണം CPM-ന് കിട്ടുക തന്നെ ചെയ്യും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.